അലിൻ ഷെറിൻ എബ്രഹാം 5 പേർക്ക് പുതുജീവനേകി അകന്നുപോയ കുഞ്ഞു മാലാഖ. ഇവിടെ തോറ്റത് മരണമാണ്. ഈ മണ്ണിൽ ഇവിടുത്തെ മനുഷ്യരിൽ സ്നേഹമായി, കരുണയായി, നന്മയായി ആലിൻ ഷെറിൻ എബ്രഹാം ജീവിക്കും. തീരാവേദനയിലും കുഞ്ഞുമകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ച ആലിൻ്റെ മാതാപിതാക്കൾ അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണിയും, നിങ്ങൾക്ക് ഈ നാടിൻ്റെ സ്നേഹപ്രണാമം. കാലം മറക്കില്ല കുഞ്ഞെ, നിന്റെ പേര് ഈ നാട് ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും മിന്നൽ പ്രഭയുമായി തിളങ്ങി നിൽക്കുകയാണ് കോഴിക്കോട്ടെ പ്രഭാവതിയമ്മ. നടപ്പാതയിലൂടെ വന്ന ഇരുചക്ര വാഹനത്തെയും അത് ഓടിച്ചയാളെയും നടപ്പാതയിൽ നിന്ന് റോഡിലേക്കിറക്കിയ പ്രഭാവതിയമ്മയ്ക്ക് അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. ഇതിനിടെ നമുക്ക് ചില ഗതാഗത കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രതിദിനം 3000-നും 4000-നും ഇടയിൽ ഗതാഗത നിയമലംഘന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. തടയാനുള്ള നടപടികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും റോഡ് വികസനം ഉൾപ്പെടെ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ അനവധിയുണ്ട്. വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവരും കാൽനട യാത്രക്കാരും കാണിക്കേണ്ട സാമൂഹ്യ ബോധമാണ് പ്രധാനം. പൊതുവഴിയിൽ ഇറങ്ങുന്നവർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ? കണ്ടുവരാം. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ പറയും അക്കാര്യം. പായല്ലേ പിടിവീഴും. അമ്മച്ചിയുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ഒരു കേരളം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും നമുക്ക് കാണിക്കേണ്ട ഒരു വീഡിയോ ആണത്. ശരിക്കും ഞാൻ എൻ്റെ നാട് ഹൈദരാബാദ്, തെലങ്കാനയാണ്. അവിടേക്ക് അയച്ചു, അവിടെ വൈറലായി പോയി. സംസ്ഥാനത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞ ഇക്കാര്യം കേട്ട് ഒരുപാടൊന്നും അഭിമാനിക്കേണ്ട മലയാളി. ഇന്നൊരൊറ്റ പകൽ ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ ഗതാഗത ലംഘനം ഒന്ന് കണ്ടുവരാം. പ്രബുദ്ധ മലയാളി പൊതുനിരത്തിൽ കാട്ടുന്നത് ചെറുതല്ലാത്ത ലംഘനങ്ങളാണ്. ഒരു കാര്യം ആദ്യമേ പറയാം, അമേരിക്കൻ മോഡലോ ദുബൈ മോഡലോ പാലിക്കാനല്ല പറയുന്നത്. അശ്രദ്ധ കൊണ്ട് ജീവൻ നഷ്ടമാകുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചില കാഴ്ചകൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഈ ട്രാഫിക് ക്യൂ നിരത്തിലിറങ്ങുന്ന കുറച്ചു പേർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. 1 മിനിറ്റ് പോലും കാത്തു നിൽക്കാൻ കഴിയാത്തവർ റോഡൊന്ന് തടസ്സപ്പെട്ടാൽ ഫുട്പാത്ത് വഴി വാഹനം പറപ്പിക്കും. പിഴ 1000-ആണ്. ഫുട്പാത്ത് വഴി വാഹനം ഓടിച്ചാൽ കുറ്റം ചെറുതല്ല. ഡേഞ്ചറസ് ഡ്രൈവിംഗ് വകുപ്പിലാണ് സംഗതി വരുന്നത്. ചിലർ കാൽനട യാത്രക്കാരെ ഹോണടിച്ചു മാറ്റിയൊക്കെ ഫുട്പാത്ത് വഴി വാഹനം പറപ്പിക്കും. ഫുട്പാത്തില്ലാത്ത റോഡുകളിലും പാലിക്കേണ്ട പലവിധ നിയമങ്ങളുണ്ട്. റോഡിന്റെ വലതുവശമാണ് കാൽനട യാത്രക്കാർക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു പെഡസ്ട്രിയൻ ഫുട്പാത്തിലെ റൈറ്റ് ഓഫ് വേ 100% റൈറ്റ് ഓഫ് വേ ഉള്ളത് പെഡസ്ട്രിയൻ ആണ്. ശരിക്കും ഇത് നമുക്കൊരു ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് തന്നെ കണക്കാക്കാം. കാരണം പെഡസ്ട്രിയൻ ഈസ് എ വൾനറബിൾ റോഡ് യൂസർ, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു റോഡ് യൂസറാണ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഹാം എന്നുള്ളത് പെഡസ്ട്രിയൻക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്തിൽ നടക്കുക, അല്ലെങ്കിൽ റോഡിലെ റൈറ്റ് സൈഡ് നടക്കുക. കാരണം ഫേസിങ് ദ ട്രാഫിക് നടക്കണം. അടുത്തതാണ് ഇക്കാഴ്ച. ഫുട്പാത്തിലെ പാർക്കിംഗ് വഴി തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരിടത്തും ഫുട്പാത്തിൽ പാർക്ക് ചെയ്യാൻ ആർക്കും അനുവാദമില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതാണ് സംഗതി. പിഴ 4000 രൂപ. നമ്മളിൽ ചിലരെങ്കിലും മനസ്സിൽ ധരിച്ചൊരു കാര്യമുണ്ട്, പൊതുനിരത്തിൽ എവിടെയും വാഹനം പാർക്ക് ചെയ്യാമെന്ന്. എന്നാൽ അതങ്ങനെയല്ല കാര്യം.
കൃത്യമായി പാർക്കിംഗ് ബോർഡുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വാഹനം പാർക്ക് ചെയ്യാൻ അനുമതിയുള്ളത്. നോ പാർക്കിംഗ് ബോർഡ് വെച്ചിടത്ത് ഒരു കാരണവശാലും വാഹനം പാർക്ക് ചെയ്യാൻ കഴിയില്ല. ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്താൽ 4000-ഉം റോഡരികിൽ പാർക്ക് ചെയ്താൽ 500-ന് മുകളിലും പിഴ ഒടുക്കേണ്ടി വരും. ട്രാഫിക് സിഗ്നലിലാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം സീബ്ര ക്രോസിങ്ങുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാര്യമായിട്ടുള്ള അപകടങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകാറുമുണ്ട്. ജീവൻ പോലും നഷ്ടമാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് കൃത്യമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതിനാലാണ്. സീബ്ര ക്രോസിംഗിൽ വാഹനത്തിന്റെ വേഗം കുറയ്ക്കണമെന്നല്ല, കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വാഹനം നിർത്തണം. കാൽനടയാത്രക്കാർ മറുവശമെത്തിയെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ പിന്നീട് വാഹനം മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ. എന്നാൽ നമ്മളിൽ എത്ര പേർ ഈ നിയമമെങ്കിലും പാലിക്കുന്നുണ്ട്? ആ സീബ്ര ക്രോസിംഗ് നടത്ത പെഡസ്ട്രിയൻ വന്ന് നിൽക്കുമ്പോൾ ബാക്കി വാഹനങ്ങൾ മുഴുവൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അവിടെ ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, ഡബിൾ ലൈൻ, ഒരു 3 മീറ്റർ ഇപ്പുറം. അവിടെ എല്ലാ വാഹനങ്ങളും നിൽക്കേണ്ടതാണ്. അതാണ് നിയമം. റോളിംഗ് അല്ല, സ്റ്റോപ്പ്, കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. ഇഞ്ചൻ ഓഫ് അല്ല, പക്ഷേ വെഹിക്കിൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് സ്റ്റേജിൽ വരണം, ഹോൾട്ടിംഗ് സ്റ്റേജ്. സീബ്ര ക്രോസിംഗുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നിയമമുണ്ട്. ഗതാഗത വകുപ്പ് നിയമം സെക്ഷൻ 184 പ്രകാരം 2000 രൂപ പിഴ ചുമത്താനും കഴിയും. റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിൽ കൂടുതലും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ഒപ്പം തന്നെ കാൽനടയാത്രക്കാരുടെ എണ്ണവുമുണ്ട്. കാരണങ്ങൾ പലതുണ്ടാകാം. പക്ഷേ അശ്രദ്ധമായ അപകടങ്ങളുടെ പ്രധാന കാരണം മൊബൈൽ ഫോൺ ഉപയോഗമാണ്. ബൈക്ക് മുതൽ ബസ് ഓടിക്കുന്നവർ വരെ ഒരു കൂസലുമില്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാം. പക്ഷേ വാഹനമോടിക്കുന്നവർ മാത്രമല്ല, റോഡിലൂടെ കാൽനടയായി പോകുന്നവരുടെ മൊബൈൽ ഫോൺ ഉപയോഗവും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഒരു ഡ്രൈവർ ആണെങ്കിലും പെഡസ്ട്രിയൻ ആണെങ്കിലും ഒരു റോഡ് യൂസറാണ്. റോഡ് യൂസർ ആണെങ്കിൽ 100% അറ്റൻഷൻ ഷുഡ് ബി ഓൺ ദ റോഡ്. യു കനോട്ട് ഡു എനിത്തിങ് എൽസ്. ഡ്രൈവിംഗ് സമയത്ത് ഫോൺ പാടില്ല എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം നടക്കുമ്പോഴും ഇയർഫോൺസ് വെച്ച് ആൾക്കാർ പോകാറുണ്ട്, ഫോൺ നോക്കിയിട്ട് ആൾക്കാർ പോകാറുണ്ട്, സംസാരിച്ചുകൊണ്ട് പോകാറുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ്സ് ഇവിടെ ആയിട്ടുണ്ട്. സംസ്ഥാനത്ത് മുൻവർഷങ്ങളെക്കാൾ അപകട മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപകടങ്ങൾക്ക് ഒരു കുറവുമില്ല. അത്തരം അപകടത്തിൽപ്പെട്ട് ജീവിതകാലം അത്രയും കിടപ്പിലായവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ, ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കൽ, അമിത വേഗത, ട്രിപ്പിൾ റൈഡിംഗ്, ഇത്തരം നിയമലംഘനങ്ങളൊക്കെ നമുക്ക് എൻഫോഴ്സ്മെന്റ് വഴി കണ്ടെത്തി തിരുത്താം. പക്ഷേ പൊതുനിരത്തിൽ ഇറങ്ങുന്നവർ സ്വയം തിരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജീവൻ വിലപ്പെട്ടതാണ്, ജാഗ്രത. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഗതാഗത നിയമം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾ അശ്രദ്ധയോടുകൂടി ഈ നിരത്തുകളിൽ ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട്. വനജ PR പറയുന്നു, ട്രാഫിക് നിയമം പാലിക്കാൻ ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും തിരക്ക്, എത്ര ജീവനുകളാണ് ഇല്ലാതാവുന്നത് എന്ന്. അതുപോലെ മറ്റ് നിരവധി പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പാർക്കിംഗ് ബോർഡ് എവിടെയാണുള്ളത് എന്ന് സിന്ധു TR ചോദിക്കുന്നുണ്ട്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. തീരദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന് കരുതിയ പദ്ധതി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്ന് കരുതിയ വികസന പാത. പറഞ്ഞിട്ടെന്ത്? വാഗ്ദാനങ്ങൾ കടലിൽ വരച്ച വര പോലെയായി. പറഞ്ഞു വരുന്നത് 8 വർഷം മുമ്പ് പ്രഖ്യാപിച്ച തീരദേശ ഹൈവേയെക്കുറിച്ചാണ്. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ആ വഴി ഇപ്പോൾ പാതി വഴിയിലാണ്. കാണാം, കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട്. വഴി തെളിയാൻ വഴിയെന്ത്? തിരുവനന്തപുരം പൊഴിയൂർ മുതൽ കാസർഗോഡ് തലപ്പാടി വരെ 623 കിലോമീറ്റർ. പരവൂർ കാപ്പിൽ മുതൽ കരുനാഗപ്പള്ളി അഴീക്കൽ പണിക്കർക്കടക് വരെ 41 കിലോമീറ്റർ. ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ദൂരം ഒഴിച്ചുള്ളതാണിത്. ഇതാണ് തീരദേശ ഹൈവേ.
വികസനവും വിനോദസഞ്ചാരത്തിലെ കുതിപ്പും അതായിരുന്നു തീരദേശ ഹൈവേയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇട്ട കുറ്റികൾ മിക്കയിടത്തു നിന്നും പിഴുതെടുത്തതല്ലാതെ പദ്ധതിക്ക് ഒരു മുന്നോട്ടു പോക്കുണ്ടായില്ല. നമുക്ക് റോഡ് വേണം മക്കളെ, റോഡ് ഇട്ട് തരണം. ഇവിടെ രാവിലെ ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. എപ്പം ഞാനൊരു ശ്വാസം മുട്ട് രോഗിയാണ്. ഈ പൊടി കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവിടെ റോഡ് വേണം. ഇവിടെ പോവാൻ ഒട്ടും വയ്യ. ഒരു കാറ് പോയാലും വീടിനകം ചെന്ന് നോക്കും, നിറച്ച് പൊടിയാണ്. നമുക്ക് റോഡ് വേണം, റോഡ് വേണം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. നമുക്ക് റോഡ് ഇടണം. എൻ്റെ റോഡ് വരുമ്പോൾ ഒത്തിരി വണ്ടി പോകും, പൊടി മാറും, എല്ലാ അസുഖങ്ങൾ മാറും. ഈ റോഡ് കാരണം മൊത്തം പൊടിയും ശ്വാസം പെട്ട് കുഞ്ഞുമക്കൾക്കുള്ള മൊത്തം പൊടിമക്കളുള്ളതാണ്. വീട് നഷ്ടമാകുന്നവർക്ക് പുനരധിവാസം ഉൾപ്പെടെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. നഷ്ടപരിഹാരം വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാനും ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ എല്ലാം കടലെടുത്തു. ഇവിടുന്ന് വീടൊക്കെ മാറിപ്പോണെന്ന് ഭയങ്കരമായ ആശങ്കയാണ്. ഞങ്ങൾ അത് ഓർക്കാൻ പോലും പറ്റത്തില്ല. കാര്യം ഞങ്ങൾ ജനിച്ച് വളർന്ന വീഴുന്ന മണ്ണാണിത്. ഞങ്ങൾക്ക് ഇവിടെ കിടന്നു ജീവിക്കണം. ഞങ്ങളെ മാറ്റി ഒരു വികസനം ഇനി വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് ഇനി മാറിപ്പോകാനുള്ള താല്പര്യമില്ല. ഞങ്ങൾ മാറിപ്പോകണമെങ്കിൽ പിന്നെ ഇവിടെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഞങ്ങൾ മാറുന്ന ബ്ലോക്കാക്കും തീർച്ചയായിട്ടും. അതിന് ഏത് സർക്കാർ വന്നാലും ശരി തന്നെ. ജനങ്ങളെ മാറ്റി പിന്നെ ഇവിടെ മാറ്റിയുള്ള ഒരു വികസനമൊന്നും വേണ്ട. ജനങ്ങൾ ഇവിടെ ജനിച്ചവർക്ക് ഇവിടെ തന്നെ താമസിക്കണം. ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കടലിനോട് അടുത്ത് തന്നെ കടന്ന് ജീവിച്ച് തന്നെ മരിക്കണം. പുനരധിവാസ ചുമതല തീരദേശ വികസന കോർപ്പറേഷനായിരുന്നു. തീരദേശത്തോട് ചേർന്ന് പുനരധിവസിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. കേരളം സ്വപ്നം കണ്ട പദ്ധതിയിലെ വാഗ്ദാനങ്ങൾ ജലരേഖയായി മാറിയിരിക്കുകയാണ്. 3 റീച്ചായി തിരിച്ച് പാത നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ജില്ലാതിർത്തിയായ പരവൂർ കാപ്പിൽ മുതൽ തങ്കശ്ശേരി വരെ 17 കിലോമീറ്റർ, തങ്കശ്ശേരി മുതൽ നീണ്ടകര വരെ 7.18 കിലോമീറ്റർ, ഇടപ്പള്ളിക്കോട്ട മുതൽ അഴീക്കൽ പണിക്കർക്കടവ് വരെ 16.5 കിലോമീറ്റർ. ഒന്നാമത്തെ റീച്ചിൽ 62.61 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം. 8 വർഷം മുമ്പ് പ്രഖ്യാപിച്ച തീരദേശ ഹൈവേ ഇന്നും കടലിലാഴ്ന്നു കിടക്കുകയാണ്. ആ പദ്ധതി ഇനി എന്ന് ഇതുപോലൊരു ബോട്ട് പിടിച്ച് കര തൊടുമെന്നതാണ് ചോദ്യം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. അലി അക്ബർ പറയുന്നു, ദീർഘവീക്ഷണമുള്ള വികസന പദ്ധതികൾ പലതും ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഓടുന്നത്, പിന്നെന്ത് ചെയ്യും എന്ന കാര്യമാണ് പറയുന്നത്. ജോളി പറയുന്നു, തീരദേശ റോഡ് അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണല്ലേ നിങ്ങളുടെ നേതാവ് പറയുന്നത്. ഏതായാലും തീരദേശത്തെ ജനങ്ങളുടെ വലിയൊരു പ്രതീക്ഷയാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ വലിയ വാഗ്ദാനമൊക്കെ നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും അതിന് ഇട്ട കുറ്റികളല്ലാതെ ആ പാതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നീടൊരനക്കം വർഷങ്ങളായിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ ചാലക്കുടിയിൽ കുരങ്ങിൻ്റെ ആക്രമണം, 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അത് വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ ചെടികളൊക്കെ നനയ്ക്കായിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു സാധനം പുറത്ത് കിടന്ന് മാതരെ വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ കുറെ നേരം തട്ടി. അപ്പോഴും ഇത് ശക്തിയായിട്ടിട്ട് മാന്തി എന്റെ തൊടയുടെ അവിടെ പൊട്ടി, നൈറ്റി ആകെ കീറി പൊളിച്ചു. കുമ്പിട്ട് നിന്നേ പുല്ല് പറിക്കായിരുന്നു. പക്ഷെ പുറത്ത് വന്ന് ഇങ്ങനെ വീണപ്പോ ഞാൻ എന്തിട്ടാണോന്ന് ചോദിച്ചു പെട്ടെന്ന്. പക്ഷെ ഞാൻ കുറെ ചാടി അത് വിട്ടുപോയി. കുറെ പറമ്പിൽ വരാറുണ്ടെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഈ ശല്യക്കാരനായ കുരങ്ങിനെ പിടിക്കാനുള്ള നടപടിയായിട്ടുണ്ടോ? ദിലീപ് കുമാർ, ഇതുവരെ ആയിട്ടില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ചാലക്കുടി നഗരസഭയിലെ വാർഡിൽ കുരങ്ങിന്റെ ആക്രമണം നടക്കുന്നു. ഒരു കുരങ്ങല്ല, 2 കുരങ്ങാണ് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെയാണ് നാട്ടുകാർ അറിയിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളും നഗരസഭാ കൗൺസിലർമാരടക്കം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തെ വിവരം അറിയിച്ചു. അതിനുശേഷം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തി പിടിക്കാൻ തുടങ്ങുന്നതിനിടയിൽ പുഴ കടന്ന് തൊട്ടപ്പുറത്തെ മേലൂർ പഞ്ചായത്തിലേക്ക് ഈ കുരങ്ങ് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഒരു സ്ത്രീക്കും നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ സ്ത്രീയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അല്പസമയം മുൻപ് വന്ന് ചികിത്സ തേടിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും
ആളുകൾ ആശങ്കയിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇടപെടണം. ഈ 2 കുരങ്ങുകളെയും ഉടൻ തന്നെ പിടികൂടണമെന്നാണ് പറയുന്നത്. ആക്രമണകാരികളായ കുരങ്ങുകളാണ്, അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭയത്തിലാണ്. ദിലീപ് കുമാർ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. കഴിഞ്ഞ മെയ് മാസം കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിനെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. അറബിക്കടലിൽ മുങ്ങിയ ആ കപ്പലിലെ അപകടകരമായ ചരക്കുകൾ കേരളത്തിൻ്റെ കടലോരം ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് കടലിൽ ഉപേക്ഷിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ മടങ്ങിയത്. ചരക്കുകൾക്ക് പുറമെ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും കടലിൽ തുടരുന്നതോടെ മത്സ്യത്തൊഴിലാളികളും തീരാ ദുരിതത്തിലാണ്. കാണാം ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട്. കാറ്ററിയുന്നു, കടലറിയുന്നില്ല. 2025 മെയ്യിലാണ് MSC എൽസ 3 എന്ന കപ്പൽ തോട്ടപ്പള്ളി തീരത്ത് നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ കപ്പലിലെ കണ്ടെയ്നറുകളും ചരക്കുകളും കേരള തീരത്തേക്ക് അടിഞ്ഞു തുടങ്ങി. അന്ന് ഉപേക്ഷിച്ചു പോയ അപകടകരമായ ചരക്കുകളടക്കം ഇന്നും കടൽ തട്ടിൽ തുടരുകയാണ്. ലൈബീരിയൻ ചരക്കു കപ്പലായ MSC എൽസ 3യിലുണ്ടായിരുന്ന കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളാണ് കേരള തീരത്ത് കടലിന്റെ അടിത്തട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. മാസം 9 പിന്നിട്ടിട്ടും വാക്കു പാലിക്കപ്പെട്ടില്ല. അവശിഷ്ടങ്ങൾ നീക്കാനെത്തിയ സാൽവേജ് സംഘവും മടങ്ങി. അവശിഷ്ടങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് പുതിയ വിവരങ്ങളൊന്നുമില്ലെന്ന മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഒരു വശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മറുവശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ദുരിതത്തിൽ. നമുക്ക് വല കടലിലേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വല കീറി ലക്ഷക്കണക്കിന് രൂപയുടെ വലയാണ്. 5, 10, 15 ലക്ഷം രൂപയുടെ വലയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ അവിടെ തോട്ടപ്പള്ളി കൊണ്ടേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ കൊച്ചിയിലേക്കാണ് കൊണ്ടേ കൊടുക്കാനായിട്ട് ഇമെയിൽ ID തന്ന് വിടുന്നത്. അപ്പോൾ അവർക്ക് ഇതിനുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല. കൊണ്ടുവന്ന് കടലിൽ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് തട്ടിയിട്ട പോലെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് തീരത്ത് ആർക്കും മീൻ പിടിക്കാൻ പോകണക്കത്ര അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടെയ്നർ വളർത്തുമ്പോൾ ഭയങ്കര രൂക്ഷമാണ്. കാരണം മനസ്സിലുള്ള ഒത്തിരി ലക്ഷങ്ങളുടെ വില പോയിട്ടുണ്ട്. സംരക്ഷിക്കാൻ ആരുമില്ല. കാരണം അപേക്ഷ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ഇതുവരെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നഷ്ടങ്ങളുണ്ട്. പിന്നെ ഈ തീരപ്രദേശം കണ്ട ഇവിടെ 600 മീറ്ററോളം അകലം പോയ കടൽത്തീരമാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷം കടൽ കയറി കാറ്റാടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. MLM-മാരെല്ലാവരും ഉണ്ട്, ആരും നോക്കിയിട്ടില്ല. ഇവിടെ പുലിമുട്ട് സംരക്ഷിച്ചാൽ മാത്രമേ ഈ തീരദേശം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കരച്ചിലും പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മാധ്യമങ്ങളെല്ലാം വന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു തീരുമാനം ഇതിലും ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടെയ്നറും ഈ കാറ്റാടിയുടെ ഉടക്കം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒത്തിരി വല നഷ്ടപ്പെടുന്നുണ്ട്, ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന ഈ മേഖല കൊണ്ട് ഉപജീവനം നടത്തി കുടുംബം പുലർത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആ അവശിഷ്ടങ്ങൾ നീക്കിക്കൊടുക്കാതെ കൊണ്ട് അവൻ്റെ തൊഴിലുപകരണങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച് കേരളം നഷ്ടപരിഹാര ഹർജി ഫയൽ ചെയ്തിരുന്നു. 9,531 കോടി രൂപയാണ് സർക്കാർ തേടിയത്. എന്നാൽ 125 കോടി രൂപയിലേക്ക് നഷ്ടപരിഹാരം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജിയും നൽകി. കപ്പൽ മുങ്ങിയ സ്ഥലം കേരളത്തിന്റെ കടൽ അധികാര പരിധിയിലല്ലെന്നാണ് നഷ്ടപരിഹാര തുക നിഷേധിക്കാനായി കപ്പൽ കമ്പനി വാദിക്കുന്നത്. കപ്പൽ അപകടം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും മനുഷ്യനും പരിസ്ഥിതിക്കും ഒരേപോലെ വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നാട് നേരിടാൻ പോകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളായിരിക്കും. ആലപ്പുഴയിൽ നിന്ന് ശിവൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.